250 വർഷത്തെ അമേരിക്കൻ ചരിത്രത്തിൽ ഇതാദ്യമായാണ് സംഭവിക്കുന്നത്. ട്രംപിൻ്റെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റുകയാണ് എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 250 വർഷത്തെ ചരിത്രത്തിൽ അമേരിക്കയിൽ ആദ്യമായി ജനസംഖ്യ കുറയാൻ പോകുന്നുവെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. കാരണം കുടിയേറ്റക്കാരുടെ വരവ് കുറഞ്ഞിരിക്കുകയാണ്. ഇത് മാത്രമല്ല, രാജ്യത്തെ കുടിയേറ്റക്കാരുടെ എണ്ണം 5,25,000 കുറയാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളുമുണ്ട്. അമേരിക്ക ഈസ് ദ ലാൻഡ് ഓഫ് മൈഗ്രൻസ് എന്നാണ് അമേരിക്കയെക്കുറിച്ച് പറയുമ്പോൾ ചരിത്രകാരന്മാരെല്ലാം പറയുന്നത്. അമേരിക്കക്കാർ എന്ന് പറഞ്ഞൊരു വിഭാഗമില്ല. അവിടെ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് ഒരു രാജ്യമായി മാറിയതാണ് അമേരിക്ക എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. ഇപ്പോഴിത് ആ കുടിയേറ്റക്കാരൊന്നും വരാതായപ്പോൾ 5,25,000 അവർ കുറയാൻ പോകുന്നു. ഒരു വശത്ത് കുറവ് സംഭവിക്കും, മറുവശത്ത് അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം 5,19,000 കണക്കാക്കപ്പെടുന്നു. അങ്ങനെ ഈ വർഷം അമേരിക്കയിലെ ജനസംഖ്യയിൽ ആകെ 6,000 പേരുടെ കുറവുണ്ടാകും. അമേരിക്കൻ എന്റർപ്രൈസസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ആഭ്യന്തര യുദ്ധത്തിൽ അമേരിക്കയിൽ 7 ലക്ഷം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നിട്ടും ജനസംഖ്യയിൽ കുറവുണ്ടായിട്ടില്ല. കൊറോണ പകർച്ചവ്യാധിയുടെ സമയത്ത് പോലും അമേരിക്കയുടെ ജനസംഖ്യ നെഗറ്റീവ് ഭാഗത്തേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത്. 250 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഈ വർഷം US ജനസംഖ്യ കുറയുമെന്നത് ചരിത്രപരമായിരിക്കും. അമേരിക്കയിലെ ജനനനിരക്ക് കുറയുന്നതും ജനസംഖ്യാ നിരക്കിലെ ഈ കുറവിന് കാരണമാണ്. കഴിഞ്ഞ 30 വർഷമായി അമേരിക്കയിലെ ശരാശരി ജനന നിരക്ക് 1.6 ആണ്. അതേസമയം 2.1 എന്നത് മാറ്റിസ്ഥാപിക്കൽ തലത്തിന് ആവശ്യമാണെന്ന് കണക്കാക്കപ്പെടുന്നു. തൽഫലമായി അമേരിക്കയിലെ കുടുംബങ്ങൾ നിരന്തരം ചെറുതാകുകയും കുട്ടികൾ ഉണ്ടാകാനുള്ള ആളുകളുടെ താല്പര്യം കുറയുകയും ചെയ്യുകയാണെന്നും പഠനങ്ങളുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.